അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടൽ നാളെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു നൽകുമാറാകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് ഒരു സുപ്രധാനമായിട്ടുള്ളൊരു അമലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ധാരാളം ആളുകൾ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് സാമ്പത്തികമായിട്ടുള്ളൊരു ഞെരുക്കം. സാമ്പത്തികമായി ധാരാളം ആളുകൾ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. എൻ്റെ അടുത്തേക്ക് കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ, ധാരാളം ആളുകൾ വന്നു പറയുന്നതും സാമ്പത്തികമായിട്ട് വളരെ പിന്നിലാണ് തങ്ങളെ. എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ സൗഭാഗ്യങ്ങളും എനിക്കുണ്ടായിരുന്നു. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായിരുന്നു തങ്ങളെ. ഇപ്പോ ഒന്നുമില്ലാതെ ഒരു ജോലി പോലുമില്ലാതെ വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ ധാരാളം പ്രതിസന്ധികളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ. എൻ്റെ ഭർത്താവിന് എല്ലാം ഉണ്ടായിരുന്നു തങ്ങളെ, ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ വളരെ മോശത്തിലാണെന്ന് പറയുന്ന ആളുകൾ, പ്രതിസന്ധികളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ. അങ്ങനത്തെ ആളുകൾക്ക് ഈ അമല് പറഞ്ഞു കൊടുത്ത് അവര് റാഹത്തായ ജീവിതത്തിലേക്ക് വന്നവരുണ്ട്. കടങ്ങൾ വീടി സാമ്പത്തികമായി ഇടപാടുകൾ കിട്ടാനുള്ള സ്ഥലത്തു നിന്നും അത് അല്ലാഹുവിൻ്റെ മാർഗത്തിലൂടെ എത്തിപ്പെടുന്ന ആളുകളുണ്ട്. ധാരാളം ആളുകൾക്ക് ഈ അമല് പറഞ്ഞു കൊടുത്തിട്ട് അത് വിജയകരമായി പൂർത്തീകരിച്ചപ്പോഴാണ് ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല നല്ല അമലുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് അത്തരം പ്രയാസങ്ങളിൽ പെട്ടു നിൽക്കുന്ന ആളുകൾ, അത്തരം പ്രതിസന്ധികളിൽ പെട്ടു നിൽക്കുന്ന ആളുകൾക്കുള്ള ഒരു അമലാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അത് ചെയ്യാനും അത് കേൾക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ചുറ്റുഭാഗങ്ങളിൽ നോക്കിയാൽ നമുക്കറിയാൻ കഴിയും, അങ്ങനെ ധാരാളം ആളുകളുണ്ട്. ഈ വീഡിയോ കാണുന്ന ധാരാളം ആളുകൾ അത്തരം പ്രതിസന്ധികളിൽ പെട്ടു നിൽക്കുകയാണ്. കടം കൊണ്ട് സാമ്പത്തികമായി തളർന്നപ്പോൾ, സാമ്പത്തികമായുള്ള ഞെരുക്കങ്ങൾ വന്നപ്പോൾ തങ്ങളെ കടം വാങ്ങേണ്ടി വന്നു. എൻ്റെ ആധാരം വരെ ബാങ്കിലാണെന്ന് പറയുന്ന ആളുകളുണ്ട്, പണയപ്പെടുത്തിയ ആളുകളുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായി ഞെരുക്കം, ഒരു രക്ഷയുമില്ല, എവിടുന്നും കിട്ടാനില്ല. സാമ്പത്തികമായി ആകെ കുടുങ്ങിപ്പോയി തങ്ങളെ. ധാരാളം പണങ്ങൾ വരാനുണ്ട്, കൊടുത്തവർ തരുന്നില്ല. കടം കൊടുത്തവർ തരുന്നില്ല. കടക്കാർ അതുവേണ്ടി അങ്ങനെ സാമ്പത്തികമായി മുട്ടി നിന്നപ്പോൾ കടം വാങ്ങി. അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ, ധാരാളം പ്രതിസന്ധികൾ പറയുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു അമലാണ് ഇതിൽ നിന്നൊക്കെ ഒന്ന് കഴിച്ചിലാകണം, ഇതിൽ നിന്നൊക്കെ റാഹത്താകണം. റാഹത്തായിട്ട്, കടങ്ങളൊന്നുമില്ലാതെ റാഹത്തായിട്ട് കണ്ണടക്കണം, റാഹത്തായിട്ട് കണ്ണടക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട്. മരിക്കുന്നതിന് മുമ്പ് എല്ലാ കടബാധ്യതകളും ഒഴിവാക്കി എനിക്ക് റാഹത്തായി ഒന്ന് കണ്ണടക്കണം തങ്ങളെ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇവിടെ വന്ന് പൊട്ടിക്കരയുന്ന ആളുകളുണ്ട്. പ്രയാസങ്ങൾ മാറി, ദുരിതങ്ങൾ മാറി ഇവിടെ നിന്ന് പോകുന്ന ആളുകളുണ്ട്. എത്രയോ ആളുകൾ എൻ്റെ അടുത്തേക്ക് കൺസൾട്ടിങ്ങിന് വന്ന്
അവിടെ പ്രയാസങ്ങൾ പറഞ്ഞ് അവരുടെ നീറുന്ന പ്രതിസന്ധികൾ, നീറുന്ന പ്രയാസങ്ങൾ ഈ മുറ്റത്തുനിന്ന് പറഞ്ഞ് റാഹത്തായി തിരിച്ചു പോകുന്ന എത്രയോ ആളുകൾ. അത്തരം പ്രതിസന്ധികൾ പെട്ടു നിൽക്കുന്ന ആളുകൾ നമ്മളടുത്തേക്ക് വരാൻ സാധിക്കാതെ, അത്തരം പ്രതിസന്ധികൾ പെട്ടു നിൽക്കുന്ന ആളുകൾക്കുള്ള ഒരു അമലാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം, നമുക്ക് അമലിലേക്ക് കടക്കാം. നീട്ടി പരത്തി പറയുന്നില്ല, നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമുക്ക് വിഷയത്തിലേക്ക്, അമലിലേക്ക് കടക്കാം. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 90-ാമത്തെ അധ്യായം സൂറത്തുൽ ബലദ്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 90-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബലദ് നിങ്ങൾ പാരായണം ചെയ്യുക. ഇത് ഞാനല്ല പറയുന്നത്, ഇമാം യാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സൂറത്തുൽ ബലദ് സുബ്ഹ് ബാങ്കിന് ശേഷവും നിസ്കാരത്തിന് മുമ്പുമായി ആരെങ്കിലും പതിവാക്കിയാൽ, ഈ സൂറത്ത് ബലദിനെ പതിവാക്കിയാൽ അവനക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല, അവൻ്റെ കീശ, അവൻ്റെ പോക്കറ്റ് കാലിയാവൂല എന്ന് മഹാനായ യാഫി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കി നിങ്ങളെ മുമ്പിൽ വന്ന് അവതരിപ്പിക്കുന്നതല്ല. ഇത് മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നൊരു വഴിയാണ്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവരിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് അവരിൽ വിജയകരമായി പൂർത്തീകരിക്കുന്നുണ്ടെങ്കിൽ, അപ്പോഴാണ് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ ധാരാളം ആളുകൾ ഇവിടെ വന്ന് പറയാറുണ്ട്, തങ്ങളെ വീഡിയോ കണ്ട് ഞാൻ അമല് ചെയ്തു. വാട്സപ്പിൽ പറയാറുണ്ട്, കമന്റ് ബോക്സിൽ എഴുതാറുണ്ട്, തങ്ങളെ വീഡിയോ കണ്ടിട്ട് ഞാൻ അമല് ചെയ്തു. ഇപ്പൊ റാഹത്താണ് തങ്ങളെ, ഇപ്പൊ റാഹത്താണ്, അൽഹംദുലില്ലാഹ്. ആ കാര്യങ്ങൾ റെഡിയായി, ആ കാര്യങ്ങൾ സഫലമായി. തങ്ങളെ റാഹത്തായി. എൻ്റെ മകൻക്ക് നല്ല ജോലി കിട്ടി, ഹൈറായി ജോലി. എൻ്റെ പ്രവാസ ലോകത്ത് മകന് വിസിറ്റിങ്ങിന് പോയതായിരുന്നു. അപ്പോഴാണ് തങ്ങളെ വീഡിയോ കാണാനിടയായത്. ആ വീഡിയോ കണ്ട് അതിൽ അമല് സ്വീകരിച്ച് ഞാനത് ആത്മാർത്ഥമായിട്ട് ഞാൻ പതിവാക്കി. ഇപ്പൊ റാഹത്താണ് തങ്ങളെ, റാഹത്തായ ജോലി. അത് നിലനിൽക്കാൻ തങ്ങൾ ദുആ ചെയ്യണം എന്ന് പറയുന്ന ആളുകളുണ്ട്, സന്തോഷകരമായി പറയുന്ന ആളുകൾ. ഇവിടത്തേക്ക് കൺസൾട്ടിങ്ങിന് വന്നിട്ട് ഓരോ ചികിത്സാ രീതികൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് ചെയ്ത് റാഹത്തായവരുണ്ട്, റാഹത്തായി പൂവണിഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം വിവാഹ പ്രയാസങ്ങൾ റാഹത്തായവരുണ്ട്. അല്ലാഹു കുടുംബ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യം ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ വന്ന് കാര്യങ്ങൾ നിർവഹിച്ച് റാഹത്തായ ഒരു ഇണയെ തേടിയവരുണ്ട്. അല്ലാഹുവേ, നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. തടസ്സങ്ങൾ മാറി വിവാഹ ജീവിതത്തിൽ അല്ലാഹുവേ ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ, ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ. റാഹത്തായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഇനി അവർക്ക് റാഹത്തായ ആളുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ദുആ മാത്രമാണ്. അത് നിലനിൽക്കണം. അവരെ കല്യാണക്കാര്യങ്ങൾ റെഡിയായി, അത് നിലനിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവരെ ജോലി പ്രയാസങ്ങൾ റെഡിയായി, അത് നിലനിൽക്കണം, ജോലി നിലനിൽക്കണം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ സ്ഥിരമായി നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ റാഹത്തായവരാണ്. ഇതിൽ നിന്ന്, ഈ മജ്ലിസിൽ നിന്നും സന്തോഷം കീഴടക്കിയവരാണവർ. അല്ലാഹുവേ, ഇത് നിലനിൽക്കണേ അല്ലാ. ഖിയാമത്ത് നാൾ വരെ, ഇത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവേ നീ നിലനിൽക്കണേ അല്ലാ, നിലനിൽത്തി തരണേ തമ്പുരാനെ. അങ്ങനെ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും പറഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ആളുകൾ, അവരോട് എനിക്ക് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് നിങ്ങളെ കീശ, നിങ്ങളെ പോക്കറ്റ് കാലിയാവാതിരിക്കാൻ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 90-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബലദ് നിങ്ങൾ സുബ്ഹി ബാങ്കിന്റെ ശേഷം നിസ്കാരത്തിന്റെ മുമ്പുമായി നിങ്ങൾ പാരായണം ചെയ്യാം. ഈ സൂറത്തുൽ ബലദിനെ നിങ്ങൾ പതിവാക്കുക. എന്നാൽ നിങ്ങൾക്ക് സമ്പത്ത് നിങ്ങൾ അറിയാത്ത രൂപത്തിൽ അല്ലാഹു എത്തിച്ചു തരും. അറിയാത്ത രൂപത്തിൽ അല്ലാഹു എത്തിച്ചു തരും. അല്ലാഹു എത്തിച്ചു തരുമാറാകട്ടെ. നമ്മൾ അറിയാത്ത രൂപത്തിൽ നമുക്ക് സമ്പാദ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ ദാരിദ്ര്യം ഇല്ലാണ്ട് മാഞ്ഞങ്ങ് പോകും. റാഹത്താണ്. ഇത്രയോ ആളുകൾ നമുക്ക് ഇതൊക്കെ പ്രയാസമല്ല. സുബീക്ക് എണീറ്റ് ഈ സൂറത്തുൽ ബലദ് പാരായണം ചെയ്യണം.
എത്ര പ്രയാസാണിത്. സമയം ഒന്ന് മാറ്റാൻ പറ്റുമോ തങ്ങളെ എന്ന് ചോദിക്കുന്ന ആളുകൾ, തമാശക്ക് ചോദിക്കുന്ന ആളുകളുണ്ട്. സമയം ഒന്നും മാറ്റാൻ പറ്റൂല. നിങ്ങൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ മുറുകെ പിടിച്ച്, ഈ അമല് മുറുകെ പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുക തന്നെ ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് ഞാനല്ല പറയുന്നത്, മഹാനായ യാഫിഈ റളിയല്ലാഹു തആല അൻഹു ആണ് നമുക്കിത് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുവേ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഞങ്ങളെ സമ്പാദ്യത്തിൽ അല്ലാഹുവേ നീ ബറക്കത്ത് ഏറ്റി നൽകണേ അല്ലാഹ്. ഏറ്റി നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ ഖജനാ വിശാലമാണ് തമ്പുരാനെ. അതിൽ നിന്ന് ഈ പാവങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല തമ്പുരാനെ. നീ നൽകണേ അല്ലാഹ്. ഈ അമല് ഞങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും പറയാ കമന്റ് ബോക്സിൽ, ഇന്നു മുതൽ തങ്ങളെ ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ സാമ്പത്തികമായി വളരെ നെരുക്കത്തിലാണ് തങ്ങളെ. ഈ അമല് ഞാൻ സ്വീകരിക്കാൻ തയ്യാറായി. എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അറിയുന്ന ആളുകൾ ഞാൻ ഈ അമല് ചെയ്യും തങ്ങളെ. ഇന്നു മുതൽ ഈ വീഡിയോസ് കണ്ട മുതൽ ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം മുതൽ തങ്ങളെ ഞാൻ ഈ അമല് ചെയ്യും. സൂറത്തുൽ ബലദിനെ ഞാൻ പാരായണം ചെയ്യും. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്ന സൂറത്ത് ഞാൻ പതിവാക്കും തങ്ങളെ. ഞാൻ പതിവാക്കും. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ഈ സൂറത്തിനെ ഞാൻ പതിവാക്കും തങ്ങളെ എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ, ഹൃദയത്തിൽ കൈവച്ച് നിങ്ങൾ പറയാം. നിങ്ങൾ ഹൃദയത്തിൽ കൈവച്ച് പറയാം, ഞാൻ ഈ സൂറത്തിനെ പതിവാക്കും തങ്ങളെ, ഞാൻ പതിവാക്കും. എന്നിട്ട് എൻ്റെ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും, എൻ്റെ എല്ലാ ദാരിദ്ര്യങ്ങളും അല്ലാഹുവേ ഞാൻ അകറ്റും എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഹൃദയത്തിൽ കൈവച്ച് നിങ്ങൾ പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ മരുന്നാണ് ദാരിദ്ര്യത്തിന്. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഏറ്റവും വലിയ മരുന്നാണ് സൂറത്തുൽ ബലദ്. 90-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബലദിനെ നിങ്ങൾ പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും, എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണേ അല്ലാഹ്. അല്ലാഹുവേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. സാമ്പത്തികമായി നെരുക്കി കഴിഞ്ഞാൽ വളരെയധികം പ്രയാസത്തിലാണ്. ഹറാമിലേക്ക് വരെ ചിന്ത നീങ്ങും. അല്ലാഹു അത്തരം പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. സാമ്പത്തികമായി ഞങ്ങളെ നെരുക്കല്ലേ അല്ലാഹ്. ഇന്നു മുതൽ ഞങ്ങൾ ആ സൂറത്ത് പാരായണം ചെയ്യും. സുബ്ഹി ബാങ്കിന് ശേഷം, സുബ്ഹി നിസ്കാരത്തിന് മുമ്പായിട്ടുള്ള സമയത്തിൽ ഞങ്ങൾ ആ സൂറത്തിൽ ഞങ്ങൾ പാരായണം ചെയ്യും. മുറുകെ പിടിക്കും. ഈ സയ്യിദിയ മജ്ലിസിൽ എന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ മുറുകെ പിടിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ഓരോരുത്തർ ഹൃദയത്തിൽ കൈവച്ച് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കലും നിങ്ങൾ കുഴങ്ങൂല. ഈ മജ്ലിസിൽ നിന്ന് നിങ്ങൾ ആ അമല് നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കുഴങ്ങൂല. ഞാൻ പറയുന്നത് ഇത് മഹാന്മാരുടെ നോട്ടമുള്ള മജ്ലിസാണ്. ഞങ്ങളൊക്കെ ഉപ്പാപ്പയായ മഹാനായ ജമലുല്ലൈലി പാപ്പാന്റെ കാവലുള്ള മജ്ലിസാണ്. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ ഉപ്പാപ്പയുടെ കാവലുള്ള മജ്ലിസാണ്. അവിടുത്തെ ഒരു ഇജാസിയത്ത് പ്രകാരം, അവിടുത്തെ ഒരു പൊരുത്തത്തിലുമാണ് ഈ മജ്ലിസ് നീങ്ങുന്നത്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസ് സ്ഥിരമായി കാണുന്ന ആളുകൾ അല്ലാഹുവേ പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, പ്രതിസന്ധികൾ കൊടുക്കല്ലേ അല്ലാഹ്, വല്ലായ്മകൾ കൊടുക്കല്ലേ അല്ലാഹ്, പോരായ്മകളെ നീ പരിഹരിക്കണേ അല്ലാഹ്. നീ പരിഹരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എൻ്റെ അടുത്തേക്ക് കൺസൾട്ടിങ്ങിന് ചികിത്സാവശ്യാർത്ഥം വരുന്ന ആളുകൾ ധാരാളം നീറുന്ന പ്രയാസങ്ങൾ, നീറുന്ന ദുരിതങ്ങൾ, വല്ലായ്മകൾ, പോരായ്മകൾ പറഞ്ഞ്, സങ്കട കണ്ണീരുകൾ പറഞ്ഞ് ഈ ഇമ്മരപ്പടിയിലേക്ക് പ്രയാസങ്ങൾ പറഞ്ഞ് വരുന്ന ആളുകൾ അല്ലാഹുവേ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. സലാമത്തിൻ്റെ ഒരു കവാടം അവർക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാഹ്. നീ റാഹത്തിലാക്കണേ അല്ലാഹ്. എന്ത് പ്രയാസമാണോ, എന്ത് പ്രതിസന്ധിയാണോ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. കഴിഞ്ഞ ശനിയാഴ്ച ധാരാളം ആളുകൾ വന്ന് എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകളാണ്. പ്രയാസപ്പെട്ട്
ധാരാളം സമയം ഇരിക്കേണ്ടി വന്ന് ബുദ്ധിമുട്ടിയിരിക്കേണ്ടി വന്ന ആളുകളുണ്ട്. അല്ലാഹുവേ നീ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. ധാരാളം ടോക്കനുകളായിരുന്നു. ധാരാളം ആളുകൾ വന്നതുകൊണ്ടുള്ള പ്രയാസമാണ്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ വരേണ്ടത് ആരും പ്രയാസപ്പെടേണ്ടതില്ല. എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരും. അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. കാര്യം ധാരാളം കാലുവേദനയുള്ളവർ, ഊരവേദനയുള്ളവർ, എൻ്റെ വാക്കിനായി കാത്തിരുന്ന ആളുകൾ, അള്ളാഹുവേ നീ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ വരേണ്ടത് പ്രയാസങ്ങളുള്ളവർ, പ്രതിസന്ധികളുള്ളവർ, ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ടോക്കൻ ഇനി വരുന്ന ശനിയാഴ്ചയാണ്. ഇനി വരുന്ന ശനിയാഴ്ച ഈ നമ്പറിലേക്ക് വിളിച്ച് എപ്പോഴാണ് വരേണ്ടത് അതിൻ്റെ വഴിയൊക്കെ മനസ്സിലാക്കി ചോദിച്ചറിഞ്ഞ് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഒരു 11 മണിയാവുമ്പോഴേക്കും നിങ്ങൾ ഇൻഷാ അല്ലാഹ് എത്തിച്ചേരുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. വന്നവർ ഇൻഷാ അല്ലാഹ് ഒരു ബുക്കിൽ എഴുതി വെക്ക്, പേരുകൾ എഴുതി വെക്ക്. വന്നവർ ബുക്കിൽ പേരുകൾ എഴുതി വെച്ച് ആദ്യം വന്ന ആളുകൾ കയറി ഇവിടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഓരോരുത്തരായി കയറുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും അല്ലാഹു ഞാൻ നീക്കി തരുമാറാകട്ടെ. അല്ലാഹു നീക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആഴ്ചയിൽ 2 ദിവസമാണ്, ശനിയും തിങ്കളുമാണ്. അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീ അകറ്റി തരണേ അല്ലാഹ്. ദാരിദ്ര്യം അല്ലാഹു ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഷഹീദിന് പോലും പൊറുക്കാത്ത കടം ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് കടബാധ്യതകളെ തീർത്ത് കണ്ണടക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കമന്റ് ബോക്സിലായിട്ടും വാട്സപ്പ് മെസ്സേജുകളായിട്ടും എന്നെ വിളിച്ചറിയിക്കുന്ന ആളുകൾ, ദുആ വസിയത്തുകൾ ചെയ്യുന്ന ആളുകൾ, വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ, ദുആ വസിയത്തുകൾ ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. നീ ദൂരീകരിക്കണേ അല്ലാഹ്, നീ ദൂരീകരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് എല്ലാ പ്രയാസങ്ങളും അവരുടെ എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവേ നിനക്കറിയാമല്ലോ അല്ലാഹ്, നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പരിപൂർണ്ണ സലാമത്ത് നീ കൊടുക്കണേ അല്ലാഹ്, പരിപൂർണ്ണ സലാമത്ത് നീ കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്, ബുദ്ധിമുട്ടിൽ ആയിത്തല്ലേ അല്ലാഹ്, വല്ലായ്മകൾ നൽകല്ലേ അല്ലാഹ്, പോരായ്മകളെ നീ പരിഹരിക്കണേ അല്ലാഹ്, നീ പരിഹരിക്കണേ അല്ലാഹ്, നീ പരിഹരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ധാരാളം ആളുകൾക്ക് പ്രയാസങ്ങൾ പ്രതിസന്ധികളുള്ളവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപ്പാന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് മഹാനായ ഖുതുബ് ജമലുല്ലൈലി പാപ്പാന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, നീ പരിഹരിക്കണേ അല്ലാഹ്, നീ പരിഹരിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്, മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ധാരാളം ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞ് വിളിക്കുന്ന ആളുകൾ, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ, മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ, അല്ലാഹു എന്താണ് അവരുടെ പ്രയാസങ്ങൾ നീ പരിഹരിക്കണേ അല്ലാഹ്, നീ പരിഹരിക്കണേ അല്ലാഹ്, നീ പരിഹരിക്കണേ അല്ലാഹ്. ദുആ വസിയത്ത് ചെയ്ത ആളുകൾ അല്ലാഹുവേ അവരുടെ എല്ലാ നീറുന്ന പ്രയാസങ്ങൾ അല്ലാഹുവേ നീ പരിഹരിക്കണേ അല്ലാഹ്, നീ പരിഹരിക്കണേ തമ്പുരാനെ. റഹ്മർ റഹീമീനായ അല്ലാഹ് ധാരാളം രോഗികൾ അല്ലാഹുവേ രോഗശമനം നീ കൊടുക്കണേ അല്ലാഹ്. മാറാത്ത രോഗങ്ങൾ നിന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. മാരകമായ ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. ഊരവേദനയിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. കാലുവേദനയിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട് അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. ഇബാദത്തിന് പോലും തടസ്സമുള്ള രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്.
ഞങ്ങളെ മാറ്റല്ല തമ്പുരാനെ. ഹൃദയ സംബന്ധമായ രോഗികൾ, കിഡ്നി സംബന്ധമായ രോഗികൾ, ഡയാലിസിസ് രോഗികൾ, അല്ലാഹുവേ നീ ശിഫാവ് കൊടുക്കണേ അല്ലാ, നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. മാറാത്ത തലവേദനയിൽ പ്രയാസപ്പെടുന്ന ആളുകൾ, അല്ലാഹുവേ നീ ശിഫാവ് കൊടുക്കണേ അല്ലാ, ശിഫാവ് കൊടുക്കണേ തമ്പുരാനെ. മൈഗ്രെയിൻ പോലുള്ള തലവേദന നിന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലോ അല്ലാ, പ്രയാസപ്പെടുത്തല്ലോ തമ്പുരാനെ. കൺകാഴ്ച മങ്ങി വരുന്ന ആളുകൾ, അല്ലാഹുവേ നീ കാഴ്ച കൊടുക്കണേ അല്ലാ, നീ കാഴ്ച കൊടുക്കണേ തമ്പുരാനെ. ഊരവേദനയിൽ ഡിസ്കിന്റെ കംപ്ലൈന്റ് ഉള്ള ആളുകൾ, അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. തൈറോയിഡിന്റെ പ്രയാസങ്ങളുള്ളവർ, അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. യൂറിക് ആസിഡ് വന്ന് കണുപ്പുകളിൽ സഞ്ചാരപ്പെടുന്ന ആളുകൾ, അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അങ്ങനെ ധാരാളം രോഗികൾ, അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. നീയാണ് ശാഫി തമ്പുരാനെ, നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. ഭക്ഷണത്തിന് പൈപ്പിട്ട്, മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട് ഞങ്ങളൊരു മൂലയിൽ കെടുത്തല്ല അല്ലാ, ഞങ്ങളെ മൂലയിൽ കെടുത്തല്ല അല്ലാ. അത്തരം രോഗികളാക്കി ഞങ്ങളെ മൂലയിൽ കെടുത്തല്ല അല്ലാ. ഈ ഉമ്മയൊന്നും മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു, ഉപ്പയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. മക്കൾ പറയുന്ന അവസ്ഥയിൽ ഞങ്ങളെ കെടുത്തല്ല അല്ലാ, ഞങ്ങളെ കെടുത്തല്ല അല്ലാ, ഞങ്ങളെ കെടുത്തല്ല അല്ലാ. അത്തരം രോഗികളാക്കി ഞങ്ങളെ കെടുത്തല്ല അല്ലാ, ഞങ്ങളെ കെടുത്തല്ല അല്ലാ. മരണം റാഹത്താവുന്ന സമയത്ത് ഈമാനോട് കൂടി മരിക്കുന്ന മുത്തഖീങ്ങളെ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഈമാനോടുകൂടി കണ്ണടക്കുന്ന മുത്തഖീങ്ങളെ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ധാരാളം യുവാക്കൾ അല്ലാഹുവേ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, അല്ലാഹുവേ ആക്സിഡന്റ് മരണങ്ങൾ അല്ലാഹു അവർക്ക് നീ കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല അല്ലാ. നടു റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി അല്ലാഹു അവരുടെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. അടിയങ്ങൾക്ക് പൊറുക്കണേ അല്ലാ, അടിയങ്ങൾക്ക് കൃപ നൽകണേ അല്ലാ, അടിയങ്ങളെ നന്നാക്കണേ അല്ലാ, അടിയങ്ങളെ നന്നാക്കണേ അല്ലാ. ധാരാളം പ്രവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, അല്ലാഹുവേ പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലേ അല്ലാ, പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലേ അല്ലാ, പ്രവാസ ജീവിതം പ്രയാസകരമാക്കല്ലേ അല്ലാ. ജോലി പ്രയാസങ്ങൾ അല്ലാഹു അവർക്ക് നീ കൊടുക്കല്ലോ അല്ലാ. അല്ലാഹുവേ സമ്പത്തിൽ നീ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ, സമ്പത്തിൽ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടിയിലാക്കി നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരുന്ന ഒരവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലോ അല്ലാ, ഒരു പ്രവാസിക്കും കൊടുക്കല്ലോ അല്ലാ, ഒരു പ്രവാസിക്കും കൊടുക്കല്ല തമ്പുരാനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്, കേരളത്തിന് അകത്തും പുറത്തുമുള്ള ധാരാളം ആളുകൾ, പ്രവാസികൾ, ദ്വീപ് നിവാസികൾ. അല്ലാഹുവേ നീ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. എൻ്റെ ദ്വീപ് നിവാസികൾ അല്ലാഹുവേ നീ ഖൈറിലാക്കണേ അല്ലാ, ഖൈറിലാക്കണേ അല്ലാ. എപ്പോൾ അവിടേക്ക് പോയാലും റാഹത്തായി സ്വീകരിക്കുന്നവരാണ് അല്ലാഹുവേ സ്നേഹം കൊണ്ട് വാരി പുണയുന്നവരാണ് അല്ലാഹുവേ നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാ, പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ വല്ലായ്മകൾ പോരായ്മകൾ അവർക്ക് നീ കൊടുക്കല്ല അല്ലാ, കൊടുക്കല്ല അല്ലാ. അല്ലാഹു ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാ, നീ റാഹത്തിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവർ അല്ലാഹുവേ നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ തമ്പുരാനെ. ഞങ്ങളെ വിശിഷ്യ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന, ഞങ്ങളെ മജ്ലിസിലേക്ക് ഞങ്ങളെ സഹായിക്കുന്ന അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് സ്ഥിരമായി കാണുന്ന കായാങ്കുളത്തുള്ള ഷാനവാസിക്ക് സുജത്ത് അല്ലാഹു നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. സമ്പത്തിൽ നീ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ സമ്പത്തിൽ നീ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ദാരിദ്ര്യം കൊണ്ടോടെ പ്രയാസപ്പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ സാമ്പത്തികമായി നെരുക്കല്ല അല്ലാ, നീ അവരെ ബുദ്ധിമുട്ടിലാക്കല്ല അല്ലാ. പാവങ്ങളാണ് അല്ലാ. അല്ലാഹുവേ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ്, ഞങ്ങളെയും ഞങ്ങളെ മജ്ലിസിനെയും നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ്. അല്ലാഹുവേ നീ റാഹത്ത് കൊടുക്കണേ അല്ലാ, ഐശ്വര്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ജോലിയെല്ലാം നീ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. ബിസിനസ്സിൽ നീ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ സാമ്പത്തികമായി അവരെ കൊയക്കല്ല അല്ലാ,
അവരെ കൊയക്കല്ല അല്ലാഹ്. ദീനിനെ സ്നേഹിക്കുന്നവരാണ്, ദീനിനെ സഹായിക്കുന്നവരാണ്, ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ്, അവരെ സഹായിക്കുന്നവരാണ്. അവരെ തളർത്തല്ല അല്ലാഹ്, അവരെ തളർത്തല്ല അല്ലാഹ്, അവരെ തളർത്തല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്, നീ സ്നേഹിക്കണേ അല്ലാഹ്, നീ സ്നേഹിക്കണേ അല്ലാഹ്. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്. നീ ഔദാര്യം കൊണ്ട് നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിൽ റഹ്മാനിൽ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ദുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.